അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി വെട്ടിയുണ്ട ഇടക്കാണ് കേട്ടോ. വെട്ടിയുണ്ട ഇടാൻ വേണ്ടി നമ്മൾ കുറച്ച് കൈതക്കൊല കുഞ്ഞുങ്ങളെ നമ്മൾ തോട്ടിൽ നിന്ന് പിടിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കുപ്പിയിലാക്കി. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കൊരുത്ത് നമ്മളിങ്ങനെ വെട്ടിയുണ്ട ഇടുകയാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരു മണ്ണെടുത്ത കുഴിയാണ് കേട്ടോ. ഇത് വയലിൻ്റെ സെൻറ്ററിലായിട്ട് മണ്ണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു കുഴിയാണ്. ഇതിനകത്തുള്ള സൈസ് വരാലാണ് കിടക്കുന്നത്. കാരണം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇതിൽ നിന്ന് പിടിച്ചൊരു വരാലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4.5 കിലോ ആണ് കേട്ടോ. 4.5 കിലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ള അതിൻ്റെ സൈസ് എന്തുകൊണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൊരുത്ത്. അപ്പോൾ അഖിലിനെയാണ് വെട്ടിയുണ്ടിടാൻ ഏൽപ്പിച്ചത്. അഖിൽ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ സ്പോട്ട് നോക്കി കൊരുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വരാലിനെ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് കൈതക്കോര തന്നെ ഇടുന്നതാണ് കേട്ടോ, വെട്ടിയുണ്ടയ്ക്ക് നല്ലത്. നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്നതൊക്കെ അല്ല, വെട്ടിയുണ്ടയ്ക്ക് എപ്പോഴും കൈതക്കോര. കാരണം ആ ഒരു ചാട്ട പൊങ്ങിൻ്റെ ആ ഒരു അനക്കം തന്നെ കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ചാടിക്കൊണ്ടിരിക്കും. വരാൽ കണ്ടാൽ ചാടി അടിക്കും പെട്ടെന്ന് തന്നെ കയറിയിട്ട്. അല്ല സൈസ് വരാൽ കിടക്കുന്ന ഒരു സ്പോട്ടും കൂടെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൈതക്കോര ഇടാൻ ഇവിടെ നമ്മൾ കൈതക്കോര ഇട്ടതും. പിന്നീട് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പ്ലാനില്ലായിരുന്നെങ്കിലും വെറുതെ എടുത്തന്നേ ഉള്ളൂ സ്റ്റിക്ക്. പിന്നെ ആകാശിൻ്റെ നിന്ന് ഊരി കുളത്തിൽ പോയി ഒരു വിധത്തിൽ നമ്മൾ നീക്കി അടിപ്പിച്ചു. കാരണം ഇവിടെ എല്ലാം ഗ്രില്ലടിച്ചേക്കാണ്, ഈ വേസ്റ്റൊക്കെ ആൾക്കാർ ഇടുന്ന കാരണമേ. അങ്ങനെ നമുക്ക് ഇന്ന് മീനൊന്നും കിട്ടിയില്ല. നമ്മൾ നേരെ നാളെയാണ് വെട്ടിക്കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.